തമിഴ്നാട്ടിൽ പൊരിവെയിലത്ത് കച്ചവടം ചെയ്യുന്ന ഈ ചേച്ചിയും അവിടെ വെച്ച് തന്നെ കൃഷിക്കാരനാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തിയ ഈ ചേട്ടനുമൊക്കെ പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇവരെ പോലുള്ളവരൊക്കെയാണ്. ഒരു പരിചയമില്ലാത്ത എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഈ മനുഷ്യൻ തൻ്റെ വീടും സ്ഥലവും പാടവും പറമ്പും കൃഷിസ്ഥലവും ഒക്കെ കാണിച്ചു തരിക എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ മുഖത്ത് ചിരി നിങ്ങൾ കണ്ടില്ലേ? എത്ര ലൈവ്ലിയാണ് ആ മനുഷ്യൻ. അതുപോലെ ഈ ചേച്ചിക്കും ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒന്നിനെക്കുറിച്ചും ഒരു കാര്യങ്ങളും അറിയില്ല. പക്ഷേ ആ ചേച്ചി കസ്റ്റമറിനെ മാനേജ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. താൻ ചെയ്യുന്ന ജോലിയോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുണ്ട്. ഒരിക്കൽ കൂടി തിരിച്ചു വന്ന് റീപർച്ചേസ് ചെയ്യാത്ത കസ്റ്റമേഴ്സാണ് തൻ്റെ കൂടുതൽ കസ്റ്റമേഴ്സ് എന്ന് അറിഞ്ഞിട്ടും ഓരോ ഫ്രൂട്ട്സും കൃത്യമായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാൻ കാണിക്കുന്ന മനസ്സും ചേച്ചിയുടെ മാത്രമാവില്ല, ആ നാട്ടിലെ ഓരോരുത്തരുടെയും കസ്റ്റമർ സർവീസിനോടുള്ള അപ്രോച്ച് കൂടിയാവും. വിൽക്കാൻ വേണ്ടി കസ്റ്റമറിനോട് സംസാരിക്കാതിരിക്കുക, എന്നാൽ കസ്റ്റമറിനോട് ഭംഗിയായി ആത്മാർത്ഥമായി സംസാരിച്ച് നോക്കൂ, ഏത് പ്രോഡക്റ്റും വിറ്റുപോകുമെന്ന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഇരിക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും വില ചോദിച്ച് എല്ലാ സാധനങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊരു പ്രൊഡക്റ്റും വാങ്ങാതെ അവിടെ നിന്ന് പോയാലും ചേച്ചി നിങ്ങളോട് മുഖം കറുപ്പിച്ച് ഒന്നും പറയില്ല. അതല്ലേ കസ്റ്റമർ സർവീസ്. എനിക്ക് ചേച്ചി കട്ട് ചെയ്ത് തന്ന ഫ്രൂട്ട്സ് എടുത്ത് കാറിൽ വെച്ച് തന്ന് എന്നെ യാത്ര അയക്കുന്ന ഈ മനുഷ്യന് ഞാനുമായിട്ട് വെറും അരമണിക്കൂറിൻ്റെ ബന്ധമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതൊക്കെയല്ലേ ലൈഫ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഫേസ് വാഷ് അത് ക്ലീൻ ആകறதுக்கு இதுவும் போடும். போட்டலாமா? அது சரியா? போட்டீங்களா? பாத்து கவனம். ஓகே பை. போயிட்டு போன் பண்ணி கூப்பிடுறேன். ஆமா. ஓகே.